അങ്ങനെ ഹക്കീം എന്ന വൈദികൻ ഫാത്തിഹ ഓതിയ വെള്ളം മന്ത്രിച്ച് ഊതാൻ കൊടുത്തു. ഇത് കുടിച്ച രാജകുമാരിയുടെ വയറുവേദന എന്നേക്കുമായി ശിഫയായി. ഇതറിഞ്ഞ രാജാവിന് വളരെയധികം സന്തോഷമായി. രാജാവ് ഹക്കീം എന്ന വൈദികനോട് ചോദിച്ചു, ഇതിനു പകരമായി നിങ്ങൾക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? ഹക്കീം പറഞ്ഞു, എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ പറയൂ, ഇതിന് പകരമായി എന്താണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? അപ്പോൾ വൈദികനായ ഹക്കീം പറഞ്ഞു, എനിക്ക് താമസിക്കാൻ ഒരു വീട് മതി. അങ്ങനെ യമനിലെ രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, വേഗം പഴയ കൊട്ടാരം ഹക്കീമിന് കൊടുക്കൂ, എന്നിട്ട് അവിടെ വിശ്രമിക്കാനും താമസിക്കാനുമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കൂ. അങ്ങനെ ഹക്കീം എന്ന വൈദികൻ പഴയ കൊട്ടാരത്തിലേക്ക് താമസം മാറി. യമനിലെ രാജാവിൻ്റെ മകൾ സുഹറക്ക് മനസ്സിലൊരാഗ്രഹം വന്നു തുടങ്ങി. വൈദികനായ ഹക്കീമിനെ എനിക്ക് വിവാഹം ചെയ്യണം. ഈ ആഗ്രഹം രാജകുമാരിയുടെ ഉമ്മയെ അറിയിക്കുന്നു. അങ്ങനെ രാജാവ് ഹക്കീമിനോട് ഇത് പോയി പറയാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ഹക്കീം എന്ന വൈദികൻ ഇത് കേട്ട ഉടനെ, യാ റബ്ബേ, നീ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ. അങ്ങനെ ഇത് കേട്ട ഹക്കീം പറയുന്നു, എനിക്കൊരു വിവാഹം കഴിക്കാൻ ആവില്ല. ഞാൻ ഇബാദത്തിൽ മുഴുകി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സമ്മതം കിട്ടാതെ വന്നപ്പോൾ രാജാവിനോട് അവർ പോയി പറഞ്ഞു, ഹക്കീം വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി. നിവർത്തിയില്ലാതെ അവർ കൊണ്ടുവന്ന പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഹക്കീം പന്തലിലേക്ക് നടന്നു. നിക്കാഹ് കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ മണിയറയിലോട്ട് വരുന്ന രാജകുമാരിയോട് എന്തു പറയണമെന്ന് ആസുറ ബീവിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സുഹറ എന്ന രാജകുമാരി മണിയറയിലോട്ട് വരുന്നു. ഇത് കണ്ട ഹക്കീം ഉടനെ തന്നെ നിസ്കാരപ്പായ വിരിച്ച് നിസ്കരിക്കാൻ തുടങ്ങുന്നു. ഈ നിസ്കാരം രാവിലെ വരെ തുടരുന്നു. ഇങ്ങനെ തുടർച്ചയായി 3 ദിവസങ്ങളിലായി ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട രാജകുമാരിക്ക് വളരെയധികം സങ്കടം തോന്നുന്നു. അങ്ങനെ രാജകുമാരി ഇത് അവളുടെ ഉമ്മയുമായി കൂടി ആലോചിക്കുന്നു. രാജകുമാരിയുടെ ഉമ്മ പറയുന്നു, ഇനി ഹക്കീമിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ നീ മണിയറയിലോട്ട് പോവൂ. എന്നിട്ട് നിന്നെ കാണുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ കൈ പിടിച്ചു വെച്ച് നീ സംസാരിക്കണം. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. അങ്ങനെ ഹക്കീം അറിയാതെ രാജകുമാരി മണിയറയിലോട്ട് പോകുന്നു. ശേഷം നിസ്കരിക്കാൻ ഒരുങ്ങിയ ഹക്കീമിൻ്റെ കയ്യിൽ പിടിച്ച് രാജകുമാരി ഹക്കീമിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങളൊരു ഭർത്താവല്ലേ? നിങ്ങൾക്ക് എന്നോടൊരു കടമയുമില്ലേ? ശേഷം ആസുറ ബീവി എല്ലാ സംഭവങ്ങളും രാജകുമാരിയോട് തുറന്നു പറയുന്നു. തലപ്പാവുമെല്ലാം അയക്കുന്നു. എന്നിട്ട് രാജകുമാരിയോട് പറയുന്നു, ഞാൻ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരാളല്ല. ഞാനൊരു സ്ത്രീയാണ്. ആസുറ എന്നാണ് എൻ്റെ പേര്. തുടങ്ങി എല്ലാ കാര്യങ്ങളും ആസുറ ബീവി രാജകുമാരിയെ അറിയിക്കുന്നു. പക്ഷേ ഇത് നിങ്ങൾ ആരെയും അറിയിക്കരുത്. കുറച്ച് ദിവസങ്ങൾ കൂടെ എനിക്ക് നീട്ടിത്തരണം. ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. ബെഡ്റൂമിൽ ഞാനും നീയും അനിയത്തിയും ഏട്ടത്തിയും പോലെ ആയിരിക്കണം. എന്നാൽ പുറത്തിറങ്ങിയാൽ ഞാൻ നിൻ്റെ ഭർത്താവും നീ എൻ്റെ ഭാര്യയുമായിരിക്കണം. ഇത് കേട്ട രാജകുമാരി എല്ലാം സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ആസുറ ബീവി സ്വപ്നം കാണുകയാണ്. എൻ്റെ ഭർത്താവ് തിരിച്ചെത്തിയിരിക്കുന്നു. സത്യങ്ങൾ പുറത്തു വരാൻ ഇനി അധിക ദിവസങ്ങളില്ല. സ്വപ്നം കണ്ടതുപോലെ എല്ലാം യാഥാർത്ഥ്യമാവും. അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. പക്ഷേ ആസുറ ബീവിയെ ഉപദ്രവിച്ചവരെ ആരെയും റബ്ബ് വെറുതെ വിട്ടില്ല. അബ്ദുറഹ്മാൻ്റെ 2 കണ്ണുകളും രോഗം ബാധിച്ച് ചീയാൻ തുടങ്ങിയിരുന്നു. അതേ രോഗം കള്ളസാക്ഷി പറഞ്ഞവർക്കും റബ്ബ് കൊടുത്തു. ആ സമയമാണ് ഒരു വഴിപോക്കൻ അതുവഴി വന്നത്. ഇവരുടെ 5 പേരുടെയും കണ്ണുകൾ രോഗം ബാധിച്ചതായി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, യമൻ ഭാഗത്ത് ഒരു ഹക്കീം എന്ന വൈദികനുണ്ട്. ഏത് മാറാ രോഗവും അദ്ദേഹം സുഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അബ്ദുള്ള രാജാവും അനിയൻ അബ്ദുറഹ്മാനും 4 കൂട്ടുകാരും യമനിലേക്ക് പോകാൻ തീരുമാനിക്കും. അങ്ങനെ യമനിലേക്ക് ചികിത്സക്കായി പോകുന്നത് നാടാകെ പരന്നു. ആ നാട്ടിലുള്ള രോഗം ബാധിച്ച മുഴുവൻ പേരും ഇവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അതിൽ ദേഹമാസകലം ചൊറി പിടിച്ചവരും കഴിപഴുത്തവരും അങ്ങനെ ബീവിയെ ഉപദ്രവിച്ചവർ എല്ലാവരും ഉണ്ടായിരുന്നു. കപ്പിത്താനും
300 ദീനാർ കൊടുത്ത് ബീവിയെ രക്ഷിച്ചവരും പ്രഭുവിൻ്റെ കുഞ്ഞിനെ കൊന്നവരും മറ്റു മാറാരോഗികളും ഉണ്ടായിരുന്നു. ഈ സമയം ബീവി സ്വപ്നം കാണുന്നു. രാജകുമാരിയെ വിളിച്ച് ബീവി പറഞ്ഞു, രസകരമായൊരു സംഭവം നടക്കാൻ പോകുന്നു. എൻ്റെ ഭർത്താവും കൂട്ടുകാരും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ അവർക്കെല്ലാം പ്രത്യേക റൂമുകൾ തയ്യാറാക്കണം എന്ന് ബീവി പറഞ്ഞു. എൻ്റെ ഭർത്താവിനുള്ള റൂം ഞാൻ തയ്യാറാക്കാം. അങ്ങനെ 3 ദിവസത്തിന് ശേഷം അവർ യമനിലെത്തി. യമനിലെ രാജാവിനോട് അബ്ദുള്ള രാജകുമാരൻ പറഞ്ഞു, ഞാൻ അഫ്സൂസിലെ രാജാവാണ്. എൻ്റെ അനുജൻ്റെ ചികിത്സക്കായി വന്നതാണ്. യമനിലെ രാജാവ് മകളെ വിളിച്ച് പറഞ്ഞു, ഇവർ സാധാരണ ആളുകളല്ല, അയൽ രാജ്യത്തെ രാജാവും സംഘവുമാണ്. അതുകൊണ്ട് ചികിത്സ പെട്ടെന്ന് നടത്തണം. അതിനുള്ള ഏർപ്പാടെല്ലാം വേഗം ചെയ്യണം. ഹക്കീമിനെ അറിയിക്കൂ. അങ്ങനെ രാജകുമാരി എല്ലാം ആസുറ ബീവിയോട് പോയി പറയുന്നു. പക്ഷേ ഇന്നാർക്കും വരുന്നില്ല, എല്ലാം നാളെയാണ് എന്ന് ആസുറ ബീവി മറുപടി കൊടുത്തു. ഇന്ന് പോയി വിശ്രമിക്കൂ. എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ തുടങ്ങി. അവരുടെ റൂമുകളിലേക്ക് അവർ പോയി തുടങ്ങി. അക്കൂട്ടത്തിൽ അബ്ദുള്ള രാജാവും തനിക്ക് വേണ്ടി തയ്യാറാക്കിയ മുറിയിലോട്ട് പോയി. പക്ഷേ ആ മുറി അബ്ദുള്ള രാജാവിന് പൂർവ്വകാല സ്മരണകൾ മനസ്സിലൂടെ കടന്നുപോയി. ആസുറ ബീവിയെ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയിലെ അതേ അനുഭവങ്ങൾ, അതേ കിടക്ക, അതേ വിരിപ്പ്, വിതറപ്പെട്ട പൂവുകൾക്ക് പോലും ഒരു മാറ്റവുമില്ല. എന്തൊരത്ഭുതം! ആരാണ് ഈ കിടപ്പറ ഒരുക്കിയത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അങ്ങനെ പതിവിലും ഉന്മേഷത്തോടെയുള്ള ഒരു ദിവസം പുലർന്നു. യമനിലെ രാജാവും മന്ത്രിമാരും ഇരിപ്പിടങ്ങളിൽ ആസനരായി. ബീവി ആസുറ തനിക്ക് പ്രത്യേകമായുള്ള സ്ഥാനത്ത് മറയുടെ പിന്നിലിരുന്നു. അങ്ങനെ എല്ലാവരും രോഗവിവരങ്ങൾ പറയാൻ തുടങ്ങി. ആദ്യമായി അബ്ദുറഹ്മാൻ, 4 സേവകർ, പ്രഭുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ, 300 ദീനാർ നൽകി മോചിപ്പിക്കപ്പെട്ടവർ, കപ്പിത്താൻ മുതലായവ എല്ലാ രോഗികളും തങ്ങളെ അലട്ടുന്ന മാറാരോഗങ്ങളെക്കുറിച്ചുള്ള വിവരണം നടത്തി. ബീവിയും രാജാവും സദസ്സും എല്ലാം രോഗവിവരങ്ങൾ കേട്ടു. പ്രതിവിധി ഉടനെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. ഹക്കീമിനെ എല്ലാവർക്കും അത്ര കണ്ട് മതിപ്പായിരുന്നു. പക്ഷേ അവരെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ബീവി പറഞ്ഞു, ജീവിതത്തിൽ വിശുദ്ധിയാണ് മനുഷ്യർക്ക് ആവശ്യം. സത്യസന്ധത വിശുദ്ധിക്ക് മാറ്റുകൂട്ടുന്നു. പാവത്തിനുള്ള ശിക്ഷ പലപ്പോഴും ഐഹിക ശിക്ഷ കിട്ടാറുണ്ട്. എന്തോ നീചപ്രവൃത്തി ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എല്ലാവരും ചെയ്ത ആ നീചപ്രവൃത്തി ഇവിടെ പറയണം എന്ന് ബീവി ആവശ്യപ്പെട്ടു. എല്ലാവരും മീച്ചിരുന്നു. ആകെ മൂകത. അബ്ദുള്ള രാജാവ് ആ നിശബ്ദത മുറിച്ച് എന്തോ അബ്ദുള്ള രാജാവിൻ്റെ മനസ്സിൽ കാര്യമായ സംശയം കൂടിയിരിക്കുന്നു. എന്താണിതിൻ്റെ രഹസ്യം? അബ്ദുറഹ്മാൻ, ഹക്കീം പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് നീ ചെയ്ത തെറ്റ്? പറയൂ. അബ്ദുറഹ്മാൻ ആകെ ഭയന്നു. എല്ലാ തെറ്റുകളും ഏറ്റുപറയേണ്ട സമയമായി. അയാൾ വിറച്ച് മൊഴിഞ്ഞു തുടങ്ങി. മഹാപാപിയാണ് ഞാനത് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നെ പിച്ചി ചീന്തും. അബ്ദുള്ള രാജാവിൻ്റെ സമനില പോയതുപോലെ ആയി. എല്ലാവരും പറഞ്ഞു, സമാധാനമായിരിക്കൂ, പരിഹാരമുണ്ടാക്കാം. യമനിലെ രാജാവ് പറഞ്ഞു, ഇവിടെ എൻ്റെ പരിധിക്കുള്ളിലാണ്. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ കാര്യം പറയൂ. എന്നിട്ട് മാപ്പ് ചോദിക്കാൻ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന കേട്ട് തങ്ങൾ ചെയ്ത പാപങ്ങൾ അവർ ഓരോരുത്തരായി പറയാൻ തുടങ്ങി. ആദ്യം അബ്ദുറഹ്മാനാണ് പറഞ്ഞത്. എല്ലാം അയാൾ തുറന്നു പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി പറഞ്ഞു. അബ്ദുള്ള രാജാവിന് എല്ലാവരെയും വധിച്ചു കളയാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ? തൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലമല്ലല്ലോ. ഒരു വിധത്തിൽ കോപം അടക്കി പിടിച്ചിരുന്നു. ബാക്കി കഥകളെല്ലാം പറയാൻ തുടങ്ങി. ഹദ്ദ് കുഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവാണ് പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞത്. ഇതിൽ നിന്നും ബീവി മരിച്ചിട്ടില്ലെന്ന് അബ്ദുള്ള രാജാവിന് മനസ്സിലായി. ഇത് അബ്ദുള്ള രാജാവിന് പ്രതീക്ഷ നൽകി. ബാക്കി കഥ കേൾക്കാൻ ധൃതി കൂട്ടി. തൻ്റെ പ്രിയപ്പെട്ടവൾ എവിടെയാണെന്നറിയാൻ. ശേഷം ബാക്കിയുള്ളവരും പറയാൻ തുടങ്ങി. എന്തൊരു ക്രൂരത! പലരെയും ഇത് കരയിപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ബീവി ആസുറ എന്ന മഹിളാരത്നം അനുഭവിക്കേണ്ടി വന്നത്. എല്ലാവരും എല്ലാം കേട്ട ശേഷം വൈദികൻ ഹക്കീമിൻ്റെ തീരുമാനത്തിനായി കാതോർത്തു. തൻ്റെ അടുത്തിരുന്ന രാജകുമാരിയെ വിളിച്ച് ഹക്കീം എന്തോ സ്വകാര്യം പറഞ്ഞു. പിന്നീട് കപ്പിത്താനെ ഹാജരാക്കി. അയാളോട് ചോദിച്ചു, നിങ്ങളല്ലേ ആസുറ ബീവിയെ അവസാനമായി കണ്ടത്? അതെ എന്ന് അയാൾ മറുപടി നൽകി. അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവരുടെ അടുത്തൊരു പെട്ടി ഉണ്ടായിരുന്നു. ഭദ്രമായി അവർ കൈവശം വെക്കുന്നതായി ഞാൻ ഓർക്കുന്നു. പെട്ടി കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ? അതെ, ഞാൻ തിരിച്ചറിയും.
ശേഷം രഹസ്യം പറഞ്ഞ രാജകുമാരി പെട്ടി അവിടെ ഹാജരാക്കി. ഇത് തന്നെയാണല്ലോ ആ പെട്ടി? അതെ, ഇത് തന്നെയാണ് പെട്ടി. ആസുറ ബീവി ഹക്കീം അകത്തേക്ക് പോയിട്ട് സമയമേറെയായി. ഹക്കീമിനെ കാണുന്നില്ല. ശേഷം പുതുവസ്ത്രമണിഞ്ഞു ആസുറ ബീവി ഇറങ്ങി വരുന്നു. അബ്ദുള്ള രാജാവ് അത്ഭുതപ്പെട്ടു. ബീവി തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അവിടെ പറഞ്ഞു. എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞു. അബ്ദുള്ള രാജാവ് ബീവിയുടെ അരികിലേക്ക് ഓടി അണഞ്ഞു. ആസുറ, എൻ്റെ പ്രിയപ്പെട്ടവളെ, നോക്കൂ, എന്നെ നീ കാണുന്നില്ലേ? അപ്പോൾ ആസുറ ബീവി പറഞ്ഞു, അങ്ങേ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇത്രയും പരീക്ഷണമെല്ലാം അനുഭവിച്ച എനിക്ക് ഇനി ഒരു സൗഭാഗ്യ ജീവിതമില്ല. എൻ്റെ മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു. അനന്തരം പ്രഭുവിന് നേരെ തിരിഞ്ഞു ബീവി ചോദിച്ചു, അങ്ങയുടെ മകനെ കൊന്ന പാപി ഇവിടെയുണ്ട്. എന്തു ശിക്ഷ നൽകണം? ഞാനെല്ലാം റബ്ബിൽ അർപ്പിച്ചിരിക്കുന്നു. ഈ ദിവസം ഒരു പ്രതികാരത്തിന് ഞാൻ മുതിരുന്നില്ല. ശേഷം അവിടെയുള്ള രോഗികളോടെല്ലാം ആസുറ ബീവി പറഞ്ഞു, നിങ്ങൾ ചെയ്ത എല്ലാ ക്രൂരതകളും ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു. ബീവി രോഗശമനത്തിനായി ദുആ ചെയ്തു. എല്ലാവരും പിരിഞ്ഞുപോയി. അബ്ദുള്ള രാജാവ് വീണ്ടും ബീവിയെ സമീപിച്ചു. നീ എന്താണ് എന്നെ അവഗണിക്കുന്നത്? ആസുറ ബീവി അബ്ദുള്ള രാജാവ് വീണ്ടും ആസുറ ബീവിയെ സമീപിച്ചു. നീ എന്താണ് എന്നോട് ഇങ്ങനെ കനിവില്ലാതെ പെരുമാറുന്നത്? നിന്നെ മാത്രം ചിന്തിച്ചായിരുന്നല്ലോ ഇത്രയും നാൾ ഞാൻ കഴിച്ചു കൂട്ടിയത്. ഇപ്പോൾ തമ്മിൽ കണ്ടിട്ട് എന്തേ നീ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? എൻ്റെ വേദന നീ മനസ്സിലാക്കുന്നില്ലല്ലോ. ഭർത്താവിൻ്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ബീവി പറഞ്ഞു, അങ്ങേ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ആശകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. എനിക്ക് ഇനി ഒരു ദാമ്പത്യത്തിൻ്റെ ആവശ്യമില്ല. അങ്ങ് എൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റിത്തരണം. സുഹറ എന്ന രാജകുമാരിയെ വിവാഹം കഴിക്കണം. മാനസിക വേദനയോടെ അബ്ദുള്ള രാജാവ് അത് കേൾക്കേണ്ടി വന്നു. മനസ്സോടെ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ യമനിലെ രാജാവിൻ്റെ മകൾ സുഹറയെ വിവാഹം കഴിക്കേണ്ടി വന്നു. അധിക ദിവസം കഴിഞ്ഞില്ല, ബീവിക്ക് രോഗം ബാധിച്ചു. ഇന്നാലില്ല, 1000 ത്യാഗത്തിൻ്റെ ചരിത്രം രചിച്ച ആ മഹതി എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു.